ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം ഇതാണ്: 10% 20% തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? എന്താണ് 10% 20% തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന് നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലെ? അതായത് ഒരു ഫോർമുല ഉണ്ട്, പറഞ്ഞുതരാം. നമ്മളൊരു തുകക്ക്, അതായത് ഒരു തുകക്ക് X%, Y% എന്നിങ്ങനെ നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ അവയ്ക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട്, അതായത് നമ്മൾ ഒരു തുകയ്ക്ക് തന്നെയാണ് ഈ രണ്ട് ഡിസ്കൗണ്ടും നമ്മൾ കൊടുക്കുന്നത്. സെയിം തുകയ്ക്കാണ് നമ്മൾ ഈ ഡിസ്കൗണ്ട് കൊടുക്കണേ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. X%, Y% എന്നിങ്ങനെ ഒരു തുകയ്ക്ക് ഡിസ്കൗണ്ട് അനുവദിച്ചാൽ അവയ്ക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട്. എന്ത് വരും? X+Y - XY/100% ആണ് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമുലയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, എന്താ പറയണേ? X+Y - XY/100. നമ്മൾ നമ്മുടെ 10 ആയിട്ടും Y 20 ആയിട്ട് എടുത്തിട്ട് ഒന്ന് ചെയ്തേ. ഈ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്തേ. എങ്ങനെ വരും അപ്പോ? 10+20 - 10 × 20 ÷ 100 അല്ലേ? അപ്പൊ എന്ത് വരും നമുക്ക്? 10+20 30. ഇത് ഫോർമുലയൊക്കെ എഴുതിക്കോട്ടാ. ഫോർമുലയൊക്കെ എഴുതിയിട്ട് ചെയ്താൽ മതി. ചെയ്തു പോവാം, സമയം തരാം അല്ലേ? X+Y - XY/100%. ഇത്രയോടെ വന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, ആൻസർ വന്നു, സി ആണ്. ഓക്കെ, ആൻസർ ചെയ്യാം. അപ്പൊ 10+20 30. 30 - 10 × 20 എത്ര വരും? 200 ÷ 100. 30 - 200/100 ചെയ്യാം അല്ലേ? ഇവിടെ 2 ആണ് വരാം. 30 - 2 എന്ന് പറയുമ്പോൾ 28% നമുക്ക് ഉത്തരം വരും. അപ്പൊ നമ്മൾ ഒരേ തുകയ്ക്ക് അല്ലെ രണ്ട് ഡിസ്കൗണ്ടുകൾ അനുവദിച്ചു. അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ പറയണ, നമ്മളൊരു തുണിക്കടയിൽ പോയി ഒരു ഡ്രസ്സിന് പറയണേ, ഇതിന് ആദ്യം നമ്മൾ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു. ഇതിന് പകരം ഇത് ഒരുമിച്ച് ഡിസ്കൗണ്ട് പറയണമെങ്കിൽ എത്ര വരും? അതാണ് നമ്മൾ കണ്ടുപിടിച്ച് 28% ഡിസ്കൗണ്ട് ആണ് ആകെ വരണത്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവരും എഴുതിയോ? ഞാൻ ചെയ്തായിരുന്നോ? ഓക്കെ, നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ, ഈ മൈനസ് പ്ലസ് ഇടയിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടൊന്ന് വെട്ടി ചെറുതാക്കൊന്നും ചെയ്യരുത് കേട്ടാ. അതായത് ഇവിടെ 10+20 ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൈനസിന്റെ ഇപ്പുറത്തുള്ള 10 × 20/100 ചെയ്തിട്ട് ഇപ്പുറത്തായിട്ട് നമ്മൾ മൈനസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് അറിയാം കുട്ടികൾ ഇങ്ങനെ തെറ്റിച്ച് വെക്കണത്. അങ്ങനെ മാത്സ് ഒക്കെ കുറേ കാലം കഴിഞ്ഞ് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അതൊക്കെ തെറ്റും. അപ്പോൾ ഇത് കൂട്ടണേന്റെയും കുറക്കണേന്റെയും ഓർഡർ, അല്ലെങ്കിൽ ബോർഡ് മാസ് റൂളൊന്നും എന്തുണ്ടാവില്ല, ബോർഡ് മാസ് റൂളൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല, തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയണത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ പ്രോബ്ലം തെറ്റിക്കും. യെസ്, അടുത്തേക്ക് പോവാം. ഒരാൾ 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി 10 മാങ്ങകൾ 110 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം
എത്ര അല്ലേ? ഒരാള് ക്വസ്റ്റ്യൻ വായിക്കുക. 100 രൂപയ്ക്ക് അയാള് 11 മാങ്ങ വാങ്ങി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? 110 രൂപയ്ക്ക് അയാള് 10 മാങ്ങ വിറ്റു. അപ്പൊ അയാളുടെ ലാഭശതമാനം എത്രയാണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഏത്? 100 രൂപയ്ക്ക് 11 മാങ്ങ വാങ്ങുമ്പോൾ ഒരു മാങ്ങയുടെ കോസ്റ്റ് പ്രൈസ് എത്ര? 10 മാങ്ങ 110 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എത്ര? അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ ലാഭശതമാനം കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡിൽ ഉത്തരം കിട്ടും. അത് നിങ്ങൾ മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു മെത്തേഡ് പറഞ്ഞു തരാം. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണം വില നമ്മൾ എഴുതുന്നു. ഓക്കെ, 11 എണ്ണം അല്ലേ? 11 മാങ്ങയുടെ വില എത്രയാ? 100 രൂപയാണ് അല്ലേ? 11 മാങ്ങയുടെ വില 100 രൂപയാണ്. 10 മാങ്ങയുടെ വില 110 രൂപയാണ്. ഓക്കെ, നമ്മളിവിടെ ക്രോസ് ചെയ്യും. ഓക്കെ, നമ്മൾ ക്രോസ് ചെയ്തിട്ട് എഴുതാണ് ചെയ്യുക. അപ്പം നമ്മൾ 10 × 100 എന്ന് പറയുന്നത് 1000. ഇതാണ് എന്ത്? നമ്മുടെ CP, സെല്ലിംഗ് പ്രൈസ്. 11 × 110 എന്ന് പറയുന്നത് 1210. ഇതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1000, അതായത് 1000 രൂപയ്ക്ക് വാങ്ങിയ സാധനം നമ്മൾ 1210 രൂപയ്ക്ക് വിൽക്കുകയാണ്. ആ രീതിയിലാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാഭശതമാനം എത്ര വരും? ലാഭശതമാനം നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ CP കണ്ടുപിടിച്ചു, SP കണ്ടുപിടിച്ചു. ലാഭശതമാനം ഈക്വൽ ടു എന്ത് വന്നു? നമ്മുടെ ലാഭം എത്രയാന്ന് നോക്കാം. 1210/1000 ഡിവൈഡഡ് ബൈ എത്രയിൽ നിന്നാണ് കൂടിയത്? 1000-ൽ നിന്ന് ഇൻറ്റു 100 അല്ലേ? 210 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100. കൂടെ പൂജ്യമെല്ലാം കട്ട് ചെയ്ത് കളയാം. എത്ര വന്നു? 21% അല്ലേ? നമ്മളിവിടെ എന്താ ചെയ്തേ? നമ്മുടെ എണ്ണം ഇപ്പുറത്ത് എഴുതി, വില ഇപ്പുറത്ത് എഴുതി. 11 എണ്ണം നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങി, 10 എണ്ണം നമ്മൾ 110 രൂപയ്ക്ക് വിറ്റു. അത് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ CPയും SPയും കണ്ടുപിടിച്ചത് അല്ലേ? ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? 100 × 10 1000 കോസ്റ്റ് പ്രൈസും 11 × 110 1210 നമുക്ക് സെല്ലിംഗ് പ്രൈസും വന്നു അല്ല? അങ്ങനെ നമ്മൾ ലാഭശതമാനം കണ്ടു. ഇനി ഇത് ശരിയല്ല, ഇതിൽ ഡൗട്ട് ഉള്ളവരത് ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസും ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസും കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇതേ ഉത്തരത്തിലേക്ക് തന്നെ എത്താനായിട്ട് പറ്റും. പക്ഷെ ഇത് നമ്മൾ എക്സാമിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉറച്ചു വരും. ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ടൈപ്പ് ചോദ്യം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ PSCയുടെ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കാം. അതിനകത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതല്ല, നമ്മൾ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതുപോലെ നമുക്ക് ചില പോസ്റ്റുകൾ BComകാർക്കൊക്കെ പറ്റിയ പോസ്റ്റുകൾ, അങ്ങനെ ചില തസ്തികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അപ്ലൈ ചെയ്യാം. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 150 സെന്റിമീറ്റർ ഉയരം നമുക്ക് മതിയാവും. പിന്നെ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. സാധാരണ യൂണിഫോം പോസ്റ്റ് ജനറലിൽ 32 വയസ്സ് വരെ പറ്റുള്ളൂ. പക്ഷെ ഇത് 36 വരെ നമുക്ക് പറ്റും. അപ്പോൾ കുറെ പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിസിക്കലൊക്കെ ഉള്ള പോസ്റ്റാണ്, പക്ഷെ എല്ലാവരും അപ്ലൈ ചെയ്യാം, എക്സാം എഴുതാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ യോഗ്യതകൾക്ക് അനുസരിച്ച് കുറച്ച് പുതിയ നോട്ടിഫിക്കേഷൻ കൂടി ഈ ആഴ്ച വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്പെഷ്യൽ ചില കോഴ്സുകളൊക്കെ പഠിച്ചവരായിരിക്കും, ഇപ്പൊ BComോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ട്രേഡുകൾ പഠിച്ച ആൾക്കാരോ, ഐടിക്കാരോ ബിടെക്കാരോ, അപ്പൊ നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റുകൾ അതിനകത്ത് പലതും ഉണ്ടാവും. പ്രൊഫൈൽ നോക്കി എല്ലാത്തിൻ്റെയും എലിജിബിലിറ്റി നോക്കാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. കുറെ പോസ്റ്റുകൾ വന്ന് കിടക്കുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, അത് നോക്കാം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരും പ്രൊഫൈൽ നോക്കി ഒന്ന് അപ്ലൈ ചെയ്യണുണ്ടോ. പിന്നെ ചില എക്സാമിന് കൺഫർമേഷൻ വന്നിട്ടുണ്ട്, അപ്പൊ അത് ഉള്ളവര് കൺഫർമേഷൻ കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് PSCയുടെ പ്രൊഫൈൽ ഒന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് എല്ലാവരും ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കേണ്ടത് വെറുതെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഒരാൾ ഒരു സൈക്കിൾ 10% ലാഭത്തിന് വിറ്റു.
വിറ്റ വിലയേക്കാൾ 1200 രൂപ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ ലാഭം 30% ആകുമായിരുന്നു. എങ്കിൽ അയാൾ എത്ര രൂപയ്ക്കാണ് ആ സൈക്കിൾ വാങ്ങിയത്? അല്ലെ, ഒരാൾ ഒരു സൈക്കിള് 10% ലാഭത്തിന് വിറ്റു. വിറ്റ വിലയേക്കാൾ 1000 രൂപ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്താണ് അയാളുടെ ലാഭം എത്രയായിരുന്നു? 30% ആകുമായിരുന്നു. എങ്കിൽ അയാൾ എത്ര രൂപയ്ക്കാണ് ആ സൈക്കിൾ വാങ്ങിയത്? ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയും ചെയ്യാൻ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടൊന്ന് നോക്കി നോക്കിയും ചെയ്യാനായിട്ട്. അയാളൊരു 10% ലാഭത്തിന് അയാൾ ആദ്യം വിറ്റേ, അല്ലേ? അപ്പൊ അയാൾ വിറ്റത് എത്ര ശതമാനത്തിനാ? 110% വിലക്കാണ് അയാൾ വിറ്റത്. അതായത് കോസ്റ്റ് പ്രൈസിന്റെ, അല്ലെ, CPയുടെ 110%-തിനാണ് അയാൾ എന്ത് ചെയ്ത് അയാൾ സാധനം വിറ്റത്, അല്ലെ? ഇനി ഇയാള് ഇനി ഈ വിറ്റ വിലയേക്കാൾ അയാൾക്ക് 1200 രൂപ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ ലാഭം എത്രയാ? 130%, അല്ലെ? 30% ആകും. അതായത് 130%-ത്തിന് വിറ്റെങ്കിൽ അയാൾക്ക് ഈ 110%-ത്തിന് വിറ്റതിനേക്കാളും എത്ര രൂപ കൂടുതൽ കിട്ടിയാണേ? 1200 രൂപ അയാൾക്ക് കൂടുതൽ കിട്ടിയാണേ, അല്ലെ? അതായത് ഈ 130% മൈനസ് 110% എന്ന് പറഞ്ഞാൽ അത് എത്ര രൂപയുടെ വ്യത്യാസമാണ് അവിടെ വരണത്? ഈ 2 ശതമാനങ്ങളും തമ്മിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്? 1200 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്, അല്ലെ? അതായത് 130% മൈനസ് 110% എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം എത്രയാ? 20%. ആ 20% എന്ന് പറഞ്ഞത് എത്ര രൂപയാണ്? 1200 രൂപയാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 20% എന്ന് പറഞ്ഞാൽ 1200 രൂപയാണെങ്കിൽ ഇതിനെ 100% കാണാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചോണം. 1220 ഇൻറ്റു 100 ചെയ്യാം. ഇവിടെ 5, ഉത്തരം എത്ര വരും? 1200 ഇൻറ്റു 5, 15, 60, 6000 രൂപ നമുക്ക് വരും. കിട്ടിയോ? ഒന്നുകൂടി പറയണോ? അതായത് 10% ലാഭത്തിന് ഒരാള് അയാളുടെ സൈക്കിൾ വിൽക്കാന്ന് പറഞ്ഞാൽ അയാൾ 110% കോസ്റ്റ് പ്രൈസിന് 110% വിലക്കാണ് വിറ്റത്. ഇനി അയാൾക്ക് 1200 രൂപ കൂടുതൽ കിട്ടിയെന്നുണ്ടെങ്കിൽ അയാളുടെ ലാഭം ഒരു 30% ആവും. അതായത് 30% ആയേനെ. എന്ന് വെച്ചാൽ അയാൾ 130% കോസ്റ്റ് പ്രൈസിന് 130%-ത്തിന് വിറ്റെങ്കിൽ അയാൾക്ക് ഈ 110%-ത്തിന് വിൽക്കണേക്കാളും 1200 രൂപ കൂടുതൽ കിട്ടിയാനെ. മനസ്സിലായോ? അപ്പൊ 130%-വും 110%-വും തമ്മിൽ വ്യത്യാസം 20%-ആണ്. ആ 20% സമം എത്ര രൂപയാണ്? 1200 രൂപ. അപ്പൊ നമ്മള് 1200 എന്ന് പറയുന്നത് 20% ആണെങ്കിൽ അതിന് 100% കാണാനായിട്ട് 1200 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 ചെയ്തു. നമുക്ക് 6000 ഉത്തരം കിട്ടി. ക്ലിക്കായാ? ക്ലിക്കായി? ആരും ഒന്നും പറയണില്ലല്ലോ. ചെയ്ത് നോക്കിയാൻ. അർച്ചന എസ്, മനീഷ ഓക്കെ. ഞാൻ അടുത്തേക്ക് പൊക്കോട്ടെ? അടുത്തേക്ക് പോവല്ലേ? പഞ്ചസാരയുടെ വില 10% കുറഞ്ഞപ്പോൾ 200 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിയ ഒരാൾക്ക് 2 kg പഞ്ചസാര കൂടുതൽ കിട്ടിയെങ്കിൽ പഞ്ചസാരയുടെ ഇപ്പോഴത്തെ വില എന്ത്? പഞ്ചസാരയുടെ വില 10% കുറഞ്ഞു. അപ്പൊ 200 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിയ ആൾക്ക് എന്തോരം പഞ്ചസാര കിട്ടി? അയാൾക്ക് 2 കിലോ പഞ്ചസാര എക്സ്ട്രാ കിട്ടി. അപ്പോ 1 കിലോ പഞ്ചസാരയുടെ വില എത്ര എന്നാണ് ചോദിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ചോദ്യം വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ, ചോദ്യം വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് സൊല്യൂഷൻ പറയുമ്പോൾ മനസ്സിലാവാം.
നമ്മൾ കടയിൽ പോയി, നമ്മളപ്പുറത്ത് രാമന്റെ കടയിൽ പോയി പഞ്ചസാര മേടിക്കാൻ. അപ്പൊ അയാൾ പറഞ്ഞു 10% വില കുറവാണ് മോളെ, എന്നാൽ ഇതും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. 2 കിലോ പഞ്ചസാര കൂടുതൽ കിട്ടും അല്ലെ. 10% വില കുറയാന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ വില എങ്ങനെയായിട്ടുണ്ടാവും? 2 കിലോ പഞ്ചസാര കൂടുതൽ കിട്ടി അല്ലെ. 10% കുറയാന്ന് പറഞ്ഞാൽ 200ന്റെ 10% പറഞ്ഞ എത്രയാ പറഞ്ഞേ? 20 അല്ലെ. അതായത് 20 രൂപ. 10% എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 20 രൂപ അല്ലെ. 10% വില എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? 20 രൂപയാണ് അല്ലെ. 20 രൂപയ്ക്ക് അവർക്ക് എത്ര പഞ്ചസാര കിട്ടി? 2 കിലോ എക്സ്ട്രാ കിട്ടി അല്ലെ. പുള്ളിക്ക് 20 രൂപ ബാക്കി കൊടുത്ത് ചോച്ച പഞ്ചാര കൊടുത്ത് വിട്ടാൽ മതി. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? 200 രൂപ കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ട് ഇതിന് 2 കിലോ എക്സ്ട്രാ കിട്ടുമെന്ന് പറഞ്ഞിട്ട് 2 കിലോ പഞ്ചസാര കൂടുതൽ കൊടുത്ത് നമ്മളെ കടക്കാരൻ വിട്ടു അല്ലെ. 10% വില കുറഞ്ഞു. 10% വില എന്ന് പറഞ്ഞുള്ളത് 20 രൂപയാണ്. അപ്പോ ഈ 20 രൂപക്ക് എത്ര കിലോ പഞ്ചസാര കിട്ടി? 2 കിലോ പഞ്ചസാര കിട്ടി അല്ലെ. 20 രൂപക്ക് കിട്ടിയ പഞ്ചസാര എത്രയാ? 2 കിലോ. അപ്പൊ 1 കിലോന്റെ പൈസ എത്രയാ? 20 രൂപയ്ക്ക് കിട്ടിയ പഞ്ചസാര 2 kg. അപ്പൊ 1 കിലോ പഞ്ചസാരയുടെ വില, 1 കിലോയുടെ വില എത്രയാ? കമന്റ് ചെയ്തേൻ. 1 കിലോയുടെ വില എത്രയാ? 20/2 10 രൂപ അല്ലെ. 20/2 സമം 10 രൂപയാണ്. മനസ്സിലായോ എല്ലാവർക്കും? ക്ലാസ്സിൽ ഇങ്ങനെ കിട്ടാണ്ട് തല ചൊറിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാ അല്ലേ? നമ്മൾ ആലോചിച്ചാൽ നമ്മള് കടയിൽ പോയിപ്പോ വില കുറഞ്ഞു എന്ന് കേൾക്കുമ്പോ നമ്മള് ചിലപ്പോ നമ്മള് 1 കിലോ സാധനം മേടിക്കാൻ പോയി, വില കുറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ എന്നാ പിന്നെ അത് 2 കിലോ ആയാലും കുഴപ്പമില്ല, വില കുറേ മേടിച്ചിരിക്കാൻ വിചാരിച്ച് എന്ത് ചെയ്യും? ആ ഡിസ്കൗണ്ട് കിട്ടിയ പൈസയും കൂടി വാങ്ങിച്ചുകൊണ്ട് വരും. അതുപോലെ ഇവിടെ സംഭവിച്ചേ. മനസ്സിലായോ? അപ്പൊ 1 കിലോന്റെ വില നമുക്ക് 10 രൂപയാണ്. ഇത് കിട്ടിയെന്ന് വിചാരിക്കണോ? അടുത്തേക്ക് പോട്ടെ. 840 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി അതിന്റെ 1/4 ഭാഗം 20% നഷ്ടത്തിൽ വിറ്റാൽ മുഴുവൻ ഇടപാടിലും 20% ലാഭം കിട്ടാൻ ബാക്കി സാധനങ്ങൾ എന്ത് ലാഭശതമാനത്തിൽ വിൽക്കണം? 840 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി 1/4 ഭാഗം 20% നഷ്ടത്തിലാണ് പോയത് അല്ലെ. 20% നഷ്ടത്തിൽ പോയി. ദെൻ നഷ്ടത്തിൽ വിറ്റാൽ മുഴുവൻ ഇടപാടിലും 20% ലാഭം കിട്ടണം അല്ലെ. കുറച്ച് ഭാഗം നഷ്ടത്തിൽ പോയെങ്കിലും മൊത്തത്തിൽ നമുക്ക് 20% ലാഭം കിട്ടണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ ഐഡിയയിലൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്രയാ ഇവിടെ? ഞാൻ പറയാം. കോസ്റ്റ് പ്രൈസ് നമുക്ക് 840 രൂപയാണ്. നമുക്ക് ഓവറോൾ നമുക്ക് എത്ര ലാഭം കിട്ടണം? മൊത്തത്തില് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 840 രൂപയാണ് നമ്മുടെ വാങ്ങിയ വില. നമ്മുടെ വിറ്റ വില അല്ലെ. വിറ്റ വില, അതായത് ഈ 840 രൂപയ്ക്ക് സാധനം നമ്മൾ വാങ്ങിച്ചത് വിറ്റ വില എന്ന് വെച്ചാൽ എത്രയാ? 20% ലാഭം നമുക്ക് കിട്ടണം. ഓവറോൾ ലാഭം കിട്ടണം അല്ലെ. അല്ലെങ്കിൽ 20% ലാഭം കിട്ടാൻ വിൽക്കേണ്ട വില. അങ്ങനെ എഴുതിയാൽ മനസ്സിലാവും അല്ലെ. 20% ലാഭം കിട്ടാൻ 840 രൂപ മൊത്തം എത്ര രൂപയ്ക്ക് വിൽക്കണം? ലാഭം കിട്ടാൻ വിൽക്കേണ്ട വില എത്രയാ വരാ? 840ന്റെ 120% നമ്മൾ കാണണ്ടേ അല്ലേ. 84 × 12 84 × 12 എത്രയാ വരണേ?
4 × 12 ചെയ്തേ എത്ര 1008 വരും അല്ലേ? 4 8. ഓക്കെ 1008 അല്ലെ? 1008 വരും നമുക്ക്. ഓക്കെ 1008 രൂപ വരും. അതായത് 840 രൂപയ്ക്ക് കിട്ടിയ സാധനം നമുക്ക് ഓവറോൾ ലാഭം കിട്ടാൻ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണ്ടേ? 1008 രൂപയ്ക്കാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി പോവാ. നമുക്ക് 840 രൂപയ്ക്ക് വാങ്ങിയ സാധനം എന്ത് ചെയ്യണം? മൊത്തത്തിൽ നമുക്ക് 1008 രൂപയ്ക്ക് വിറ്റാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 20% ലാഭം കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അതിനകത്ത് 1/4 ഭാഗം എന്ത് ചെയ്തു? 20% നഷ്ടത്തിൽ വിറ്റിട്ടുണ്ട്. അപ്പൊ നമ്മള് 20% സാധനം എത്ര രൂപയ്ക്കാണ് നഷ്ടത്തിൽ വിറ്റേന്ന് അറിയണം. അപ്പൊ ഈ 1/4 ഭാഗത്തിന്റെ വാങ്ങിയ വില എടുക്കുക. നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ കണ്ട് അധികം കോംപ്ലിക്കേഷൻ തോന്നണ്ട. കാരണം ഇത് നമുക്ക് 10th ലെവലിലൊന്നും അങ്ങനെ ചോദിക്കില്ല. ചോദിച്ചാൽ തന്നെ ഡിഗ്രി ലെവലിലൊക്കെ ചോദിച്ചെങ്കിലും ഉള്ളൂ കേട്ടാ. ഡിഗ്രി ലെവലിലൊക്കെ ടഫാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. 10th ലെവലിൽ അത്രയും കണ്ട് വരില്ല. ഓക്കെ 1/4 ഭാഗത്തിന്റെ വാങ്ങിയ വില എത്രയാ വരാ? മൊത്തം വാങ്ങിയ വില 840 അല്ലേ? അപ്പൊ 840നെ 4 ഭാഗിക്കുക. ഓക്കെ അപ്പൊ ഷിൻസി പറഞ്ഞു 840 നമുക്ക് 4 ഭാഗിക്കുമ്പോൾ എത്ര വരും? 210 രൂപ എന്ന് വരും. അപ്പൊ 1/4 ഭാഗത്തിന്റെ വാങ്ങിയ വില എത്രയാ? 210 രൂപ. ഇനിയും പറയണം 1/4 ഭാഗത്തിന്റെ വിറ്റ വില എന്ന് വെച്ചാൽ എത്രയാ വരാ? വിറ്റ വില എന്ന് വെച്ചാൽ ഇത് 20% നഷ്ടത്തിനാണ്. അതായത് 210 രൂപയ്ക്ക് വാങ്ങിയ സാധനം നമ്മൾ എന്ത് ചെയ്തു? 20% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 210ന്റെ 80% വിലക്കേ വിറ്റേ. മനസ്സിലാവണ്ട? ഓക്കെ അപ്പൊ 21/8 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 168 രൂപ വരും. മനസ്സിലായോ? 168 രൂപ വിറ്റ വില 168 രൂപ. അപ്പോ നമുക്ക് മൊത്തം 1008 രൂപ കിട്ടണം അല്ലേ? മൊത്തം 1008 രൂപ നിൽക്കണം. പക്ഷെ അതിൽ നമ്മൾ 1/4 ഭാഗം 168 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള 3/4 ഭാഗത്തിന്റെ വിറ്റ വില നമ്മൾ കണ്ടുപിടിക്കുക. ബാക്കിയുള്ള 3/4 ഭാഗത്തിന്റെ വിറ്റ വില ബാക്കിയുള്ള 3/4 ഭാഗത്തിന്റെ വിറ്റ വില എത്രയായിരിക്കും? 1008 മൈനസ് 168. 1/4 ഭാഗം 168 രൂപയ്ക്ക് വിറ്റുമല്ലോ. അപ്പൊ എത്ര രൂപ വരും? 840 രൂപ വരും അല്ലെ? ഇനി നമ്മൾ ഈ 3/4 ഭാഗത്തിന്റെ വാങ്ങിയ വില എത്രയായിരിക്കും? ഓക്കെ നമുക്ക് ഇതിന്റെ ലാഭശതമാനം നമുക്ക് കാണണം അല്ലെ? അതായത് 3/4 ഭാഗം എത്ര രൂപയ്ക്ക് വിറ്റാലാണ്, അല്ലെങ്കിൽ എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് ഓവറോൾ നമുക്ക് 20% ലാഭം കിട്ടാന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്താണ്? 1/4 ഭാഗം നമ്മള് 20% നഷ്ടത്തിൽ വിറ്റു. ബാക്കിയുള്ള 3/4 ഭാഗം നമ്മള് എത്ര ശതമാനം ലാഭത്തിൽ വിൽക്കണം. എന്നാലും നമുക്ക് ഓവറോൾ 20% ലാഭം കിട്ടുള്ളൂ അല്ലെ? അപ്പൊ 3/4 ഭാഗത്തിന്റെ വിറ്റ വില 840 മനസ്സിലായി. ഇതിന്റെ 3/4 ഭാഗത്തിന്റെ ലാഭം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ വാങ്ങിയ വില അറിയണ്ടേ? 3/4 ഭാഗത്തിന്റെ വാങ്ങിയ വില 3/4 ഭാഗത്തിന്റെ വാങ്ങിയ വില എന്തായിരിക്കും? 1/4 ഭാഗം വാങ്ങിയ വില 210 അല്ലേ? അപ്പൊ ആ 210 തന്നെയല്ലേ ഇവിടെ വരാ? 210 പ്ലസ് 210 പ്ലസ് 210 എത്ര വരെ? അത് മൊത്തം നമുക്ക് 630 രൂപ വരും. ഓക്കെ അപ്പൊ 630 രൂപയ്ക്ക് വാങ്ങിയ സാധനം നമ്മൾ 840 രൂപയ്ക്ക് വിറ്റാലാണ് ഈ 3/4 ഭാഗം നമുക്ക് വിൽക്കുമ്പോൾ ഓവറോൾ 20% ലാഭം വരുള്ളൂ. അപ്പൊ നമുക്ക് ലാഭശതമാനം എത്രയാണ്? 3/4 ഭാഗത്തിന്റെ ലാഭശതമാനം എത്ര വരും? ലാഭശതമാനം ഈക്വൽ ടു 840 മൈനസ് 630 ഡിവൈഡഡ് ബൈ 630 ഇൻറ്റു 100 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് വരും? 840 630 കുറയ്ക്കുക. നമുക്ക് എന്ത് വരും? 0 1 2 210 ഡിവൈഡ് ബൈ 630 ഇൻറ്റു 100 വരും. നമുക്ക് ഉത്തരം എത്ര വരാ? ഉത്തരം ചെയ്തു നോക്കാം. എവിടെയാ? നമുക്ക് ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം അല്ലെ?
ഫ്രാക്ഷൻ ആയിരിക്കും വരണ്ടാവുക അല്ലെ. ഇവിടെ നമ്മൾ കട്ട് ചെയ്തു അല്ലെ. 2163 ചെയ്ത് നോക്കണം കേട്ടാ. 2100 ഡിവൈഡഡ് ബൈ 63 ചെയ്ത് നോക്കണം. അതിന് മുന്നേ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലായോ? മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ 1/4 ഭാഗം 840 രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിന്റെ 1/4 ഭാഗം 20% നഷ്ടത്തിൽ വിറ്റു. ഇനി ഓവറോൾ നമുക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ, അതായത് നഷ്ടത്തിൽ വിറ്റാനും കൂടി ലാഭം എടുക്കണം. അങ്ങനെ നമ്മൾ എത്ര ശതമാനത്തിൽ വിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഷിൻസി ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? മൊത്തം നമുക്ക് 1008 രൂപ കിട്ടണം. 1/4 ഭാഗത്തിന്റെ ഭാഗം എത്ര രൂപയ്ക്ക് വിറ്റേന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. 168 രൂപയ്ക്ക് വിറ്റേ. അതിനുവേണ്ടി 1/4 ഭാഗത്തിന് വാങ്ങിയ വിലയും കണ്ടുപിടിച്ചു, 1/4 ഭാഗം വിറ്റ വിലയും കണ്ടുപിടിച്ചു, 20% നഷ്ടത്തിൽ വിറ്റ വിലയും കണ്ടുപിടിച്ചു, 168 രൂപ. അപ്പൊ ബാക്കിയുള്ള 3/4 ഭാഗത്തിന്റെ വിറ്റ വില നമ്മൾ കണ്ടുപിടിച്ചു, വാങ്ങിയ വിലയും കണ്ടുപിടിച്ചു. അപ്പൊ ഓവറോൾ നമുക്ക് 20% ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അത് എത്ര ശതമാനം വിൽക്കണം എന്നാണ്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള 3/4 ഭാഗത്തിന്റെ എന്താണ് വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിൽ നമ്മൾ എടുത്തിട്ട് അതിന്റെ ലാഭം എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. 2200 ഡിവൈഡഡ് ബൈ 63 നമ്മൾ ചെയ്ത് നോക്കാം അല്ലെ. ഫസ്റ്റ് എന്തായാലും 3 വരുള്ളൂ. കാരണം എന്താ, ഇവിടെ എല്ലാത്തിനും ആദ്യം 3 വന്നേക്കണേ. 63 3 എത്ര വരാ? 189 അല്ലേ. 19 1 ഇവിടെ 2. ഓക്കെ, വീണ്ടും 210 വരും നമുക്ക്. അപ്പൊ വീണ്ടും 3 തന്നെ വരും അല്ലെ. അപ്പൊ 189 വരും. 19 പോയി 1 ഇവിടെ 2. ഓക്കെ, 0. അപ്പൊ എന്ത് വരും? 33 21 63 അല്ലെ. ഇവിടെ എങ്ങനെ വരാം നമുക്ക്? 33 21/63 എന്നാണ് നമുക്ക് വരാ. 21/63 വെട്ടി ചെറുതാക്കാം അല്ലെ. ഓക്കെ, 63 21 3 പ്രാവശ്യം പോകും. അപ്പൊ എന്ത് വരും? 33 1/3 നമുക്ക് വരും. അതായത് നമ്മള് 33 21/63 വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നേ? ഈ പറഞ്ഞ 33 1/3% ഉത്തരം കിട്ടണത്. ക്ലിയർ ആയോ? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയോ? ഇത് ശരിക്കും ഒരു സിമ്പിൾ സാധനമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പൊ ചെയ്ത് പഠിക്കണ്ട. നിങ്ങൾ ബേസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന എല്ലാ സാധനം ചെയ്ത് പഠിക്കാം. റിവിഷൻ വരുമ്പോൾ ഓരോ തവണ നമുക്ക് റിവിഷൻ വരുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് വരുമ്പോഴും നമുക്ക് ഹയർ ലെവൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ മാത്സ് ബുദ്ധിമുട്ടാണെന്ന് ഇട്ടിട്ട് പോരുത്. ഞാൻ പറയാം, നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നണം മാത്സ്. നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് അങ്ങനെ തന്നെ ഉപേക്ഷിക്കരുത്. ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും നിങ്ങൾ ചെയ്ത് പഠിക്കണം. കിട്ടാത്ത സാധനം അവിടെ വെച്ചോ, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് റിവിഷൻ അല്ലെങ്കിൽ PYQ ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ, ആ റിവിഷന്റെ ടൈമിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കത് പഠിച്ചു വരാൻ പറ്റും. ഇപ്പൊ എല്ലാം കൂടെ ബേസ് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഓർന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടാ. എന്ന് വെച്ച് മാത്സ് ഒരു വശത്ത് തള്ളിയിടരുത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട്. കാരണം മാത്സ് നമ്മൾ പ്രാക്ടീസിൽ കൂടെ മാത്രമാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എക്സാമിന് ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള സംഭവം മാത്സ് ആണ്. കാരണം മാത്സിന്റെ ഒരു ഉത്തരം കിട്ടിയാൽ കിട്ടിയതാണ്. അതിൽ പിന്നെ വേറെ തെറ്റ് പറയാനില്ല. PSC ഡിലീറ്റ് ചെയ്താലേ ഉള്ളൂ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയൊരു പ്രശ്നം മാത്രം വരും. അങ്ങനെ ഒരു പ്രശ്നമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തേക്ക് പോയിക്കോട്ടെ. അടുത്ത ഇതാണ് 5 ഡസൻ മാമ്പഴം. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് പെൻഡിങ് ആയി. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് പെൻഡിങ് വെക്കാം. മറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നു. ഇത് കുറച്ചധികം ഒരു എക്സ്പ്ലനേഷൻ പറയുന്ന ഒരു ചോദ്യമാണ് അല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ നോക്ക്. ഞാനിത് ഷെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ നമുക്ക് മെന്റൽ എബിലിറ്റിയുടെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കഴിഞ്ഞു കേട്ടാ. ഈ ഒരു സാധനം ഞാനിവിടെ പെൻഡിങ് വെക്കുകയാണ്. ഓക്കെ.